നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസം എല്ലാവരും അറിഞ്ഞാണല്ലോ നെടുമങ്ങാടുള്ള ഒരു കൊച്ചിനെ ചോറ് കൊടുത്ത് തൊണ്ടയിൽ കുടുങ്ങി മരിച്ചെന്നത്. അപ്പം കൊച്ചിനെ കൊന്നെന്ന് പറഞ്ഞാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നത്. ഇങ്ങനെയുള്ളവരെയൊക്കെ ഇങ്ങനെ തന്നെ കൊല്ലണം, ചോറ് തൊണ്ടയിൽ കുടുക്കിയതിനെ കൊല്ലണം. അതുപോലെ പിഞ്ച് കൊച്ച് 2 കൈയും ഒടിഞ്ഞ് ഞാൻ കാണണമെന്ന് പറഞ്ഞ ഒരു വീഡിയോ ഞാൻ കണ്ടത്. ഇതിൽ ഒരു ചലഞ്ചിങ് വീഡിയോയിൽ വന്നപ്പം അവരിതിൽ കേട്ടപ്പം കൊച്ചിൻ്റെ കൈ ഒടിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ കണ്ടത് വീഡിയോ. ഇപ്പോൾ പറയാണ് കൊച്ച് മരിച്ചെന്ന്. അപ്പം അങ്ങനെ കൊന്നു കൊച്ചിനെ കൊന്ന 2 പേർക്കും ശിക്ഷ നല്ലതായിട്ട് കൊടുക്കാം. നമുക്കൊരു കൊച്ചുണ്ട് 10 മാസമായുള്ളവന്. അപ്പോൾ ഇതിനൊക്കെ ചെയ്യണവരെ നല്ലതായിട്ട് നരയിപ്പിച്ച് കൊല്ലണം, നരയിപ്പിച്ച്. അല്ലെങ്കിൽ ഗൾഫിലൊക്കെ നടക്കുമ്പോൾ നാട്ടുകാരെ മുമ്പ് വെച്ച് വെടിവെച്ച് കൊല്ലണം. ശരി കണ്ട ഫ്രണ്ട്സ്, ഞങ്ങൾക്കുണ്ടൊരു കുഞ്ഞ്. കണ്ട ഫ്രണ്ട്സ്, ഇത് ഒരു 2-3 ദിവസം മുമ്പാണ് നവജാത ശിശുവിനെ ജനലിൽ കൂടെ എടുത്തെറിഞ്ഞ വാർത്ത നമ്മൾ കണ്ടത്. അവർക്കറിയാം കേസായാലും ജാമ്യം കിട്ടി അവരൊക്കെ പുറത്തിറങ്ങും, വേറൊന്നും ഇല്ലെന്നറിയാം. ഇവർക്കൊക്കെ ഇങ്ങനെയാണ് പറ്റുന്ന, ഇങ്ങനെ കൊല്ലല്ലേ. എൻ്റെ കുഞ്ഞിനൊന്ന് ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ ഞാൻ പേടിക്കുന്ന ഈ കാലത്താണ് ഇവർ ഈ കുഞ്ഞു കൊച്ചിനെ കൊല്ലണത്. ഇവർ ഉപേക്ഷിച്ചിട്ട് പോകാത്തത് എത്ര തുല്യം. നവജാത ശിശുവിനെ ഇപ്പം വേണ്ടെന്ന് പറഞ്ഞ കൊന്നില്ലല്ലോ, പിന്നെ അവളും കൊല്ലാൻ ശ്രമിച്ചു. നിങ്ങൾ ഇതിനോട് പ്രതികരിക്കണം. സ്ത്രീകള് ഒരു പുരുഷനെ സ്നേഹിച്ചു പോയാലും ആ പുരുഷൻ സ്ത്രീയെ സ്നേഹിച്ചു പോയാലും ഒരു കുഞ്ഞുണ്ടാവും. ആ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയാണ് സ്ത്രീകളും പുരുഷന്മാരും ജീവിതത്തിൽ നോക്കി മുന്നോട്ട് പോകേണ്ടത്. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ശിക്ഷ തന്നെ കൊടുക്കണം. അല്ല ജയിലിൽ കൊണ്ടിട്ട് ഭക്ഷണവും കൊടുത്ത് ഇറക്കി അവരെ കൊണ്ടുവരേണ്ട കാര്യമില്ല ഒരിക്കലും.